വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോയി കുളിക്കരുത്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി എന്നല്ലേ. ഇതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ദഹനം അവിടെ നടക്കണം അല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ബോഡി ഈ ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് തിരിച്ചുവിടും. നമ്മുടെ വായ മുതൽ അന്നനാളം, ആമാശയം, വൻകുടല്, ചെറുകുടല് ഈ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിലുള്ള ന്യൂട്രിയൻസിനെ ശരീരം വലിച്ചെടുക്കുന്നത് അല്ലേ. ഈ ഓർഗൻസിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ സ്വാഭാവികമായിട്ടും കൂടും. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കൂ. ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുക എന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ നോർമൽ വാട്ടറിലല്ലാതെ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരുപാട് തണുത്ത വെള്ളത്തിലോ ഒക്കെ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിൽ വ്യതിയാനം വരും അല്ലെ. അപ്പൊ ആ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിലേക്കാവും. ദഹന പ്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ ദഹന പ്രശ്നങ്ങൾ വരികയും